ആഴ്ചയിലൊരിക്കൽ എന്റെ മോളെ കൊണ്ട് അയാൾ അച്ഛന്ന് വിളിപ്പിക്കുമെന്ന് തീരുമാനിച്ചുറപ്പിച്ചിരുന്നു ഞാൻ. 5 വർഷത്തിന് ശേഷം ഇപ്പോഴാ വീണ്ടും അയാൾ നാട്ടിൽ വന്നത്. പുതിയ വിവാഹം കഴിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ എന്നേക്കാൾ തളർന്നു പോയത് എന്റെ ഏട്ടനാ. ഒരു പെണ്ണിന്റെ ജീവിതം കൂടി നശിപ്പിക്കരുതെന്ന് ഏട്ടൻ എന്നോട് പറഞ്ഞു. ആ പെൺകുട്ടി ഞാൻ അംബിക. സത്യം സത്യം, അംബികയുടെ ഏട്ടൻ രക്ഷിച്ചത് എന്റെ ജീവിതമാണ്. അല്ലെങ്കിൽ ഒന്നും അറിയാതെ ഞാൻ അയാളുടെ ഭാര്യയായന്. ഇനി എന്ത് ചെയ്യും? നമുക്ക് എന്തെങ്കിലും ചെയ്യണം. തൽക്കാലം ഞാനിതൊന്നും അറിയാത്ത മട്ടിൽ ഭാവിക്കും. നീയും. സിദ്ധാർത്ഥൻ എന്റെ അടുത്തുണ്ടെന്ന് ഒരാളോടും പറയരുത്. എന്നിട്ടോ മനസ്സേ, എന്ത് ധൈര്യത്തിൽ അവിടെ ഒളിപ്പിക്കുന്നത്? വേറെ എവിടെ ഒളിച്ചാലും പിടിക്കപ്പെടും. നോക്കാം, ഒരു മാർഗം തെളിയാതിരിക്കില്ല. വേണുഗോപൻ മരിക്കോ ജീവിക്കോ എന്ന് അറിയട്ടെ. ആദ്യം മരിച്ചാ സംശയം എന്താ? സിദ്ധാർത്ഥനെ നിയമത്തിന് മുന്നിൽ വിട്ടുകൊടുക്കേണ്ടി വരും. മറിച്ചാണെങ്കിൽ രക്ഷപ്പെടുത്താം ഏത് വിധിനെയും. അർജുനേട്ടനോട് ഇവിടെ വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഉണ്ട്, പക്ഷേ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ എന്റെ പെണ്ണായി പോയില്ലേ? നിന്റെ തന്തയും തള്ളയും ചാവുന്നതിന് മുമ്പ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ? ഞാനല്ലേ നിന്റെ മുറച്ചെറുക്കൻ. അർജുനേട്ടൻ പോ, എനിക്ക് നിങ്ങളെ കാണണ്ട. അങ്ങനെ കാണണ്ടെന്നൊന്നും പറഞ്ഞ അർജുൻ പോവില്ല മോളെ. മര്യാദയ്ക്ക് ഇറങ്ങി പോ അർജുനേട്ടാ, ഇവിടെ ആരും ഇല്ല. ആഹാ, അത് നന്നായി. ആരുമില്ലാത്തതല്ലേ സൗകര്യം. നമുക്ക് രണ്ടുപേർക്കും കുറച്ചു നേരം കൊച്ചു വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കാം. അർജുനേട്ടാ, എനിക്ക് നിങ്ങളെ കാണുന്ന പോലും വെറുപ്പാ. അങ്ങനെ പോകുന്നുണ്ടോ? ഇല്ല, നീ എന്നെ വെറുക്കും തോറും ഞാൻ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. എന്നെ മാത്രമല്ലല്ലോ, നാട്ടിലുള്ള സകല പെണ്ണുങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നില്ലേ? അതുപോലെ അല്ല നീ എനിക്ക്. നിന്നെ എനിക്ക് കല്യാണം കഴിക്കണം. ഒരിക്കലും നടക്കാത്ത ആഗ്രഹം അത്. ഇത് എത്ര തവണ പറഞ്ഞതാ? 1000 വട്ടം പറഞ്ഞാലും നീ എന്റെ പെണ്ണാമൈനെ. നിന്നെ എനിക്ക് വേണം. ഞാൻ പറയട്ടെ മൈനെ, ഞാൻ ഒന്ന് പറയട്ടെ. നീ ബഹളം വെച്ച ആര് കേൾക്കാനാ? മര്യാദക്കാണെങ്കിൽ ഞാൻ ഉപദ്രവിക്കില്ല. അല്ലെങ്കിൽ ഇന്ന് നീ എന്റെ കൈക്കുള്ളില് എന്ത് ധൈര്യത്തിലാടാ നീ വീട്ടിൽ കയറിയത്? എന്ത് ഭാവിച്ചാ നീ ഇവിടെ കയറി പിടിച്ചത്? ഇതെന്റെ പെണ്ണാ ആണെങ്കിൽ നീ വിളിച്ചാ വരുമെങ്കിൽ വിളിച്ചോണ്ട് പോ. അതല്ലാതെ ഇവിടെ കയറി അക്രമം കാണിച്ചാ ഈ സെക്കൻഡിൽ ഞാൻ സ്റ്റേഷനിൽ വിളിച്ചു പറയും. അറിയാലോ ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാലത്തെ അവസ്ഥ. ഇത് വീട് അതിക്രമിച്ച് കയറിയുള്ള സ്ത്രീ പീഡനോ? ഇവിടെ കൊണ്ട് കൊടുപ്പിക്കും ഞാൻ പരാതി. എന്നാ അന്ന് ഞാൻ ഇവിടെ കൊല്ലും. എന്നെ കൊന്നാലും അർജുനേട്ടന്റെ ഒരു ഇഷ്ടത്തിന് ഞാൻ നിന്ന് തരില്ല. കേട്ടില്ലേ? പുറത്തു പോ, പുറത്തു പോടാ. നിങ്ങൾ ഇപ്പൊ എന്നെ ഇറക്കി വിട്ടാലും ഇവൾ എന്റെ കയ്യിൽ തന്നെ വരും. അത് കാണിച്ചു തരാൻ ഞാൻ. ഒരു ചുക്കും കാണിക്കില്ല നീ. അങ്ങനെ കാണിക്കാൻ തീരുമാനിച്ച് ഇറങ്ങി പുറപ്പെട്ടാ കയ്യിൽ വീഴും ഒന്നാം തരം വിലങ്ങ്.
പേടിപ്പിക്കല്ലേ. ഒന്ന് പോയതാ ജയിലില്, ഇനി പോകാനൊട്ടും മടിയില്ല. പോയിട്ട് വരാം. വരണ്ട, പോയാ മതി. വരാതെ പറ്റില്ലല്ലോ. ആര് വന്നാലും കഥക് തുറന്നു കൊടുക്കോ നീ? ആരാന്നറിയാതെ, ആരാന്ന് ചോദിക്കാതെ, ജനാലിലൂടെ നോക്കാതെ മേലിന് വാതിൽ തുറക്കരുത്. എവിടെ പോയതാ നീ? ഒരു ഫ്രണ്ടിന്റെ അടുത്ത്. സദാസമയം ഇങ്ങനെ കൂട്ടുകൂടി നടന്നോ മനസ്സേ? കല്യാണം തീരുമാനിച്ച പെണ്ണാ നീ. ആ, അതിന് നടക്കില്ലല്ലോ. വേണമെങ്കിൽ ആലോചിക്കാവുന്നതേ ഉള്ളൂ. വേണുഗോപന്റെ അപകടാവസ്ഥ മാറി അവൻ രക്ഷപ്പെടും. സമയമുണ്ടല്ലോ, ആലോചിക്കാം. നിനക്ക് താല്പര്യമില്ലെങ്കിൽ വേണ്ട. ഒരു അപകടം വരുമ്പോ ഒഴിവാക്കാവുന്ന സ്നേഹമാണെങ്കിൽ ആയിക്കോ. അതൊന്നും അല്ല. ആരാണ് കുത്തിയത്, എന്തിനാണ് കൊല്ലാൻ ശ്രമിച്ചത് എന്നൊക്കെ അറിയണ്ടേ? അതൊക്കെ അറിഞ്ഞിട്ട് മതി. മനസ്സേ, ഓണെടുക്കട്ടെ? കുറച്ച് കഴിയട്ടെ, ഒരു തലവേദന. മുറി മൂട്ടിയിട്ട് പോയെന്തിനാ? വെറുതെ. ഇല്ലെങ്കിൽ മോള് മുറിക്കകത്ത് കയറി കോസ്മെറ്റിക്സ് ഒക്കെ എടുത്ത് നശിപ്പിക്കും. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? മുറച്ചെറുക്കം വന്നിരുന്നു കൊണ്ടുപോവാൻ. എന്നിട്ടോ? ബഹളമായിരുന്നു, ഇറക്കി വിട്ടു ഞാൻ. എപ്പോഴും അത് പറ്റിയെന്ന് വരില്ല. എന്റെ വീട്ടിൽ പോയിരുന്നോ? എന്റെ വീട്ടിൽ പോയിരുന്നോന്ന്? ഞാൻ എന്ത് വേണം? മനസ്സിലായില്ല. എനിക്ക് വേണ്ടി ചെയ്തത് മുഴുവൻ ധാരാളമല്ലേ? അതല്ല ഞാൻ ചോദിച്ചത്. ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾക്ക്? പറഞ്ഞത് മുഴുവൻ സത്യം. നിങ്ങൾ പറഞ്ഞത് മുഴുവൻ അക്ഷരം പ്രതി സത്യം. മനസ്സ, റിലാക്സ് യുവർസെൽഫ്. ഞാൻ കണ്ടു സിദ്ധാർത്ഥന്റെ അനിയത്തി കുഞ്ഞിനെ. ഞാൻ കണ്ടു. എനിക്ക് അബദ്ധം പറ്റിയത്. ഒന്നും അറിയാതെ ഞാൻ കല്യാണത്തിന് കഴുത്ത് നീട്ടിക്കൊടുത്തേന്. എന്നെ രക്ഷിച്ചു. ഈശ്വരന്റെ രൂപത്തിൽ സിദ്ധാർത്ഥം വന്ന് എന്നെ രക്ഷിച്ചു. കണ്ണീരിന് വാക്കുകളേക്കാൾ വിലയുണ്ട്. വാക്കുകൾക്ക് കണ്ണീരിനെ ഉണ്ടാക്കാനും കഴിവുണ്ട്. എനിക്കിനി ഒന്നും തന്നോട് പറയാനില്ല. ദുഃഖം ഒരു ഭാരമായി തോന്നുന്നുണ്ടെങ്കിൽ കരഞ്ഞോളൂ. ആ ഭാരവും ഒഴിവായി പോവല്ലോ. സിദ്ധാർത്ഥൻ, ഇവിടുന്ന് പോവരുത്. എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. മനസ്സേ, അത് വേണ്ട. വേണം. സിദ്ധാർത്ഥൻ,
പോലീസിന്റെ കയ്യിൽ പെടരുത്. അതിന് ഏറ്റവും സേഫ് ആയ സ്ഥലം ഇവിടെയാണ്. മാനസ, കൈവിട്ട കളിയായത്. ആയിരിക്കും. പക്ഷേ എനിക്ക് നിങ്ങളെ രക്ഷിച്ചേ പറ്റൂ. അത് നിങ്ങൾക്ക് വേണ്ടിയല്ല, അംബികയ്ക്ക് വേണ്ടി, അവളുടെ കുട്ടിക്ക് വേണ്ടി. ഇതുപോലെ വഞ്ചിക്കപ്പെടുന്ന ഓരോ പെൺകുട്ടിക്കും വേണ്ടി. വേണുഗോപൻ, അറിയോക്കെ? ശരിക്കും എന്താ സംഭവിച്ചേ? എന്താ സംഭവിച്ചേ? എന്തു പറ്റി? സ്ട്രെയിൻ എടുക്കണ്ട, റെസ്റ്റ് എടുത്തോളൂ. സിസ്റ്റർ, ഡോക്ടർ. സഡേഷൻ. യെസ് ഡോക്ടർ. എങ്ങനെയുണ്ട് ഡോക്ടർ? അപകടഘട്ടം കഴിഞ്ഞു. വേണുഗോപന് ബോധം തെളിഞ്ഞിട്ടുണ്ട്. പക്ഷേ വോക്കൽ കോഡിന്റെ പ്രശ്നമാണെന്ന് തോന്നുന്നു. സംസാരശേഷിയായിട്ടില്ല. ശരിയാവേണ്ടതാണ്. സംസാരിക്കാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞില്ലേ, പറ്റേണ്ടതാണ്. ചിലപ്പോ ഈ ഷോക്ക് മാറി കഴിയുമ്പോൾ ശരിയാവും. എന്തായാലും ജീവൻ തിരിച്ചു കിട്ടിയല്ലോ, അതിൽ സന്തോഷിക്കല്ലേ വേണ്ടേ?
അഴിച്ചു മാറ്റാൻ. എടേ, ഇത് സെപ്റ്റിക്കാവും, പഴുക്കും. തന്റെ ജന്മം ഈ കാല് കൊണ്ട് തീരും. ഇത് അവൻ കുത്തിയത് തന്നെയാണോ? പിന്നല്ലാതെ ഞാൻ തന്നെ എന്റെ കാലിന് കത്തിക്കൊണ്ട് കുത്തുവോ? കുറച്ചുകൂടെ വിവരമുള്ള ചോദ്യാ പ്രതീക്ഷിച്ചത്. എനിക്ക് വിവരം ഉണ്ടാക്കാൻ തീരുമാനിച്ചോ? അതൊന്നും വേണ്ട. ഇവിടെ ഇപ്പോ എന്റെ അടിമയാണ് ഇയാൾ. മര്യാദയ്ക്ക് നിന്നില്ലെങ്കിലേ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും. ഇത്രയും വേദന സഹിക്കാത്ത ആളാണോ ഒരാളെ കുത്തിയത്? അത് പിന്നെ ഗതികേടുകൊണ്ടല്ലേ. എന്ത് ഗതികേടായാലും ഒരാളെ കൊല്ലാൻ ശ്രമിക്കുന്നത് ക്രിമിനൽസാ. എന്റെ കണ്ണിൽ നിങ്ങളൊരു ക്രിമിനൽ തന്നെയാ. ആരെ കണ്ണി നോക്കിയാലും ഞാൻ ക്രിമിനലാ. എന്റെ കണ്ണിൽ നിങ്ങളൊരു ക്രിമിനൽ തന്നെയാ. ആരെ കണ്ണി നോക്കിയാലും ഞാൻ ക്രിമിനലാ. പക്ഷേ എന്റെ മനസാക്ഷിയുടെ മുന്നിൽ ഞാനാ ശരി. എന്റെ അംബികയ്ക്ക് സംഭവിച്ചത് നാളെ മാനസയ്ക്ക് സംഭവിച്ചാലും ഞാൻ ഇത് തന്നെ ചെയ്യും. ശരിക്കും കൊല്ലാൻ വേണ്ടി തന്നെ പോയതായിരുന്നോ? ഞാൻ മാനസയോട് പറഞ്ഞതല്ലേ, ഒരു പൂവ് പോലും അനാവശ്യമായിട്ട് നുള്ളിയെടുക്കാത്ത ആളാ ഞാൻ. വേണുഗോപൻ ക്ലബിലെ പാർട്ടി കഴിഞ്ഞ് വരുന്ന വഴി കാത്തു നിൽക്കായിരുന്നു ഞാൻ. കൊല്ലാനും കോപിക്കാനും ഒന്നുമല്ല, എന്റെ അനിയത്തിക്ക് വേണ്ടി ഒന്ന് യാചിക്കാൻ. ഓർമ്മയുണ്ടാവും എന്നെ. ഓർക്കാറില്ല പൊതുവെ. എന്നാ ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണു, നിന്റെ മകൾ എന്റെ വീട്ടിൽ വളരുന്നുണ്ട് എന്ന് വെച്ചാ എന്റെ അനിയത്തിക്ക് നിന്നിലുണ്ടായ കുട്ടി. അവൾക്ക് അവളുടെ അച്ഛനെ തിരിച്ചു വേണം. ചുമ്മാ വിവരക്കേട് പറയാടോ. നിന്റെ പെങ്ങള് പഴിച്ചു പോയെങ്കിൽ അത് അവളുടെ സ്വഭാവ ദൂഷ്യം. വേണു, ഞാനൊരു വാക്ക് തർക്കത്തിന് വന്നതല്ല. 5 വർഷമായിട്ട് എന്റെ അനിയത്തി നിന്നെയും കാത്തിരിക്കുക. നീ വിരലിലണിച്ച മോതിരമായിട്ട്, നീ കൊടുത്ത കുറെ വാഗ്ദാനങ്ങളും മോഹങ്ങളുമായിട്ട്, നിന്റെ രക്തത്തിൽ പിറന്ന കുഞ്ഞുമായിട്ട്. രക്തത്തിന്റെ കഥയൊക്കെ അവിടെ നിൽക്കട്ടെ. എനിക്ക് വാതിൽ തുറന്നു തന്നവള് പിന്നെ വേറെ ആർക്കൊക്കെ കിടപ്പറ വിരിച്ചിട്ടുണ്ടെന്ന് ഞാനെങ്ങനെ അറിയും? അനാവശ്യം പറഞ്ഞ കൊന്നുകളെ ഞാൻ നിന്നെ. കൈയെടുക്കട. കൈയെടുക്കാം, വേണമെങ്കിൽ ഞാൻ കാല് പിടിക്കാം. ഉപേക്ഷിക്കരുത് എന്റെ അനിയത്തിയെ, അവരുടെ കുഞ്ഞിനെ. അതിന് ഞാൻ നിനക്ക് എന്താ തരേണ്ടേ? എന്റെ വീട്, സമ്പാദ്യം എല്ലാം തരാം. മതിയോ? പോരാ. എനിക്ക് നീ അഴിഞ്ഞാടി നടക്കാത്ത കുടുംബത്തിൽ പിറന്നൊരു പെങ്കൊച്ചിനെ തരണം. നിന്റെ പെങ്ങളെ ഞാൻ സ്റ്റെപ്പിനായിട്ട് പൊറപ്പിച്ചോളാം. തൊട്ടുപോലെ തന്നെ ഇവിടെ വന്നപ്പോ മുതല് നിന്റെ ഈ വരവ് ഞാൻ പ്രതീക്ഷിച്ചതാ.
അപ്പം മുതൽ കൂടെ കൊണ്ടുകൊടുക്കുന്ന ഇത് വെച്ച് കയറി ഞാൻ. എന്നിട്ട് കുറ്റേറ്റെടുക്കാൻ ആമ്പിള്ളേരെ കൊണ്ടുവരും ഞാൻ. അതുകൊണ്ട് നീ പോവില്ല. എന്നെ കൊല്ലുമെന്ന് പറഞ്ഞാലും ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാതെ ഞാൻ പോവില്ല. തീരുമാനമൊക്കെ ആയടാ. എന്റെ കല്യാണ കോടികളുമായിട്ട് വന്ന് കയറും എന്റെ പെണ്ണ്. സമ്മതിക്കില്ല. എന്റെ കൊക്കിൽ ജീവനുള്ളപ്പോ സമ്മതിക്കില്ല ഞാൻ. ഉറപ്പായപ്പോ കൊല്ലാൻ വേണ്ടി കുത്തി. അതിനെ ഞാൻ ന്യായീകരിക്കല്ല മനസ്സ്. അക്രമത്തിന് ഒരു ന്യായീകരണവും പറയാനില്ല. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ആകസ്മികമാണ് ജീവിതത്തിലെ പല സന്ദർഭങ്ങളും. എന്തിലേക്ക് ചെന്ന് വീഴണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നുവോ അതിലേക്ക് തന്നെ വിധി ചിലപ്പോൾ നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കും. നമ്മളെ നിയന്ത്രിക്കുന്നത് നമ്മളാണെന്ന് നമുക്ക് തോന്നുന്ന മനസ്സാ. വെറും തോന്നലാ അത്. ഈ യുദ്ധം ജയിച്ചു വരുന്ന പട്ടാളക്കാരൻ തെങ്ങിലെ തേങ്ങ വീണ് മരിച്ചു എന്നൊക്കെ നമ്മൾ പറയുന്ന തമാശയില്ലേ, അതില് വിധിയുടെ ഒരു കളിയുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ഇനി മാനസ പറയ്, ഞാനൊരു മോശപ്പെട്ട ആളാണോ? അല്ല. ആയിരുന്നെങ്കിൽ എന്റെ മുറിയില് ഇത്ര ധൈര്യത്തോടെ നിങ്ങളെ ഞാൻ ഒളിപ്പിക്കില്ലായിരുന്നു. ഇത്ര റിസ്ക് എടുത്ത് നിങ്ങൾക്ക് കഴിക്കാനുള്ള ആഹാരം വരെ ഞാൻ ഈ മുറിയിൽ എത്തിക്കില്ലായിരുന്നു. എനിക്കൊരു വിശ്വാസം തോന്നി. സ്വന്തം മനസാക്ഷിയോട് തോന്നുന്ന വിശ്വാസം. ഈശ്വര, ചോറിങ്ങോട്ട് കൊണ്ടുവന്നപ്പോ തന്നെ ദേഷ്യപ്പെട്ടത് ഏട്ടത്തി. ശബ്ദം കേട്ടാ ഓടി വരും. മാനസ, മാനസ, എനിക്കറിയില്ല എന്ത് സംഭവിക്കുമെന്ന്. എന്തും സംഭവിക്കാം, മരണം വരെ. മോനെ, എന്തു പറ്റിയടാ നിനക്ക്? അയാളെ പിടികിട്ടാത്തിടത്തോളം കാലം വേണുഗോപൻ സേഫ് അല്ല. എനിക്കറിയില്ല എന്ത് സംഭവിക്കുമെന്ന്. എന്തും സംഭവിക്കാം, മരണം വരെ. മോനെ, എന്തു പറ്റിയടാ നിനക്ക്? അയാളെ പിടികിട്ടാത്തിടത്തോളം കാലം വേണുഗോപൻ സേഫ് അല്ല.